നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ആപ്സിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്ക്രോളിംഗ് ആണ്, അല്ലെങ്കിൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ക്രോളിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? നമ്മൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്പായ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ഫീഡ് മാത്രം കാണുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ വാസ്തവത്തിൽ അതല്ല. നമ്മളുടെ ഓരോ മൈക്രോ മൂവ്മെന്റിനും ഈ കമ്പനികൾ ടൺസ് ഓഫ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഇമേജസ് എന്താണ്, നമ്മൾ കാണുന്ന ഐറ്റംസ് എന്താണ്, നമ്മൾ ആ കാണുന്ന ഐറ്റംസ് ഏതിലൊക്കെയാണ് ഹോവർ ചെയ്യുന്നത്, നമ്മൾ ഏതിലൊക്കെ എൻഗേജ് ചെയ്യുന്നുണ്ട്, എത്ര നേരം എൻഗേജ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഏതൊക്കെ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്നിവയെല്ലാം സോഷ്യൽ മീഡിയയും ഗ്യാദർ ചെയ്യും. നമ്മളിപ്പോൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ നമ്മൾ സ്ക്രോൾ ചെയ്താൽ അവരിതെല്ലാം ഗ്യാദർ ചെയ്യും. ഇതൊക്കെ ഗ്യാദർ ചെയ്തിട്ട് അവർ ഈ ഡേറ്റ വെച്ചിട്ട് നമ്മളുടെ ബിഹേവിയർ അനലൈസ് ചെയ്ത് അടുത്ത പ്രാവശ്യം നമ്മൾ ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഫീഡ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം നമ്മൾ പ്രീവിയസ്ലി ചെയ്ത നമ്മളുടെ ബിഹേവിയർ വെച്ചിട്ടുള്ളതായിരിക്കും അടുത്ത പ്രാവശ്യം നമ്മൾ കയറുമ്പോൾ ചെയ്യുന്നത്. സോ നിങ്ങൾ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.